നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് പ്രവാസികൾക്കായി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. കൊറോണ ഭീതിക്കിടയിലും കർശന നിയന്ത്രണങ്ങൾ നൽകി പ്രവാസികളെ നെഞ്ചോട് ചേർക്കാൻ അവർ മറന്നില്ല. പ്രവാസികളോടുള്ള സർക്കാരിന്റെ കരുതൽ തന്നെയായിരുന്നു അത്. വ്യോമസേനയും നാവികസേനയും ഒത്തൊരുമിച്ച് അങ്ങനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കാൻ പോകുന്നത്. ലോകമൊട്ടാകെ കോവിഡ് വൈറസ് ഭീഷണിയെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ 2 ഘട്ടമായി തിരികെ എത്തിക്കാനാണ് കേന്ദ്രം പദ്ധതിയിട്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ളവരെ ആദ്യഘട്ടത്തിൽ തന്നെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരും. അതോടൊപ്പം US, ബ്രിട്ടൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇന്ത്യയിലേക്ക് 2ാം ഘട്ടമായി എത്തിക്കും. ഇതിനോടകം തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ രജിസ്ട്രേഷൻ പുരോഗമിച്ചു വരികയാണ്. തുടർന്ന് ഗൾഫിൽ നിന്നുള്ളവരുടെ വിവരശേഖരണം പൂർത്തിയായെന്നാണ് സൂചന. പേര്, വിസ കാലാവധി, ജോലി, ഇന്ത്യയിലെ വീട്ടുവിവരങ്ങൾ, മടങ്ങാനുള്ള കാരണം, കോവിഡ് പരിശോധനാ ഫലം തുടങ്ങി 21 വിവരങ്ങളാണ് രജിസ്ട്രേഷന് കൃത്യമായി തന്നെ വേണ്ടത്. സ്വന്തം ചിലവിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയാമെന്ന സത്യവാങ്മൂലവും നൽകുകയും ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർഭിണികൾ, കോവിഡ് ബാധിതരല്ലാത്ത രോഗികൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെയാകും മുൻഗണനാക്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ എംബസികളിലൂടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. UAE എംബസി വെബ്സൈറ്റ് തകരാറിലായതിനാൽ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഒപ്പം കുവൈറ്റിൽ ഔദ്യോഗിക രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുമില്ല. എന്നാൽ ഇതിനോടകം തന്നെ നോർക്കയുടെ വെബ്സൈറ്റിൽ 3.5 ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതിലേറെയും UAE നിന്നുള്ളവരാണ്. പ്രവാസികളെ തിരിച്ചെത്തിക്കാനായി നാവികസേന കപ്പലും എയർ ഇന്ത്യയുടെ വിമാനങ്ങളും ഉപയോഗിക്കാനാണ് ശ്രമം നടത്തിപ്പോരുന്നത്. സ്വകാര്യ കപ്പൽ സർവീസുകൾ ഉപയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വിദേശത്ത് തീരമേഖലയിൽ കുടുങ്ങിയവരെ കപ്പലുകളിൽ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചതോടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം വിഭാഗത്തിൽപ്പെട്ട INS ജലാശ്വയും ടാങ്ക് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം വിഭാഗത്തിൽപ്പെട്ട മറ്റു 2 കപ്പലുകളും നാവികസേന ഇതിനായി സജ്ജമാക്കി കഴിഞ്ഞു. തീരമേഖലയ്ക്ക് അപ്പുറത്ത് കഴിയുന്നവരെ തിരിച്ചെത്തിക്കാൻ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്കാണ് ഇന്ത്യ ചുവടുവയ്ക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ നീക്കം മറ്റു വിദേശ രാജ്യങ്ങൾ പോലും ചിന്തിച്ചു കാണത്തില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.